പ്രൈസ് ദി ലോർഡ്. ദിസ് ടൈം വിത്ത് ഗോഡ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഏദനിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവന് സകല സ്വാതന്ത്ര്യവും നൽകിയാണ് ദൈവം അവനെ അവിടെ ആക്കിയിരുന്നത്. ആദാമിനും ഹൗവയ്ക്കും തോട്ടത്തിലെ സകല ഫലങ്ങളും ഭക്ഷിക്കുവാനായിട്ടും സകല മൃഗങ്ങളുടെ മേലും സകല ജീവികളുടെ മേലും അവർക്ക് അധികാരം നൽകിയുമാണ് ദൈവം അവരെ തോട്ടത്തിനുള്ളിലാക്കി വെച്ചത്. എന്നാൽ അതിൻ്റെ ഉള്ളിലും ഒരു വൃക്ഷത്തിൻ്റെ ഫലത്തെ മാത്രം ഭക്ഷിക്കരുതെന്ന് ദൈവം അവരോട് കൽപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്, ദൈവം അവരെ ഒരു റോബോട്ടിനെ പോലെ സകല ഫങ്ഷൻസും ചെയ്തു വച്ച് ദൈവം പറയുന്ന രീതിയിൽ നടക്കുവാനായിട്ട് അവരെ ഉണ്ടാക്കുകയല്ല ചെയ്തത്. പകരമായിട്ട് അവരെ ഉണ്ടാക്കി അവിടെ ആക്കി വച്ച ശേഷം അവർക്ക് നന്മകളെക്കുറിച്ചും തിന്മകളെക്കുറിച്ചും പറഞ്ഞ് മനസ്സിലാക്കി അവരേത് വഴി നടക്കണം, എങ്ങനെ ജീവിക്കണം എന്നുള്ള സകല നിയമങ്ങൾ നൽകിയ ശേഷം അവരെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടും കൂടെ അവിടെ വിടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. എന്നാൽ പിശാചിൻ്റെ വാക്ക് കേട്ട്, ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അനുസരിക്കാതെ മനുഷ്യർ പാപം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അതേ പ്രിയമുള്ളവരെ, ഇന്ന് നമുക്കും ദൈവം പൂർണ്ണ സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. നമുക്കൊരു ദൈവത്തിൻ്റെ പൈതലായിട്ട് ജീവിക്കുവാനും അല്ലെങ്കിൽ ഒരു മ്ലേച്ഛത നിറഞ്ഞ പാപത്തിൻ്റെ അടിമയായിട്ട് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം ദൈവം തന്നിരിക്കുന്നു. പക്ഷേ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്, ഇതിൻ്റെ അന്ത്യത്തിൽ നമുക്ക് ന്യായവിധിയുണ്ട്. സഭാപ്രസംഗി 11-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണുവാൻ സാധിക്കുന്നു: യൗവനക്കാരാ, നിന്റെ യൗവനത്തിൽ സന്തോഷിക്കുക, യൗവനകാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ, നിനക്കിഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ച വണ്ണവും നടന്നുകൊള്ളുക. എന്നാൽ ഇതൊക്കെയും നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തും എന്നറിയുക. അതേ പ്രിയമുള്ളവരെ, ദൈവം നൽകിയ സ്വാതന്ത്ര്യത്തെ നാം തിന്മകൾക്കു വേണ്ടി ഉപയോഗിക്കാതെ, ദൈവം നൽകിയ സ്വാതന്ത്ര്യത്തെ, ജീവിതത്തിലെ സ്വാതന്ത്ര്യത്തെ നന്മ ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ പൈതലായി ജീവിക്കുവാൻ നാം ഉപയോഗിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം ഏറ്റവും അനുഗ്രഹമായി മാറുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. എന്തിന് ദൈവം മനുഷ്യനെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചോ, ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ അതേപടി നമുക്ക് നിറവേറ്റുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ ദിവസങ്ങൾ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതങ്ങളെ, ദൈവം നൽകിയ സ്വാതന്ത്ര്യത്തെ നാം ദുരുപയോഗം ചെയ്യരുത്. ദൈവം നമുക്ക് നന്മ ചെയ്യുവാനും തിന്മ ചെയ്യുവാനും സ്വാതന്ത്ര്യം ഇരിക്കുന്നുവെന്ന് വെച്ച് നമ്മുടെ ജീവിതങ്ങളെ തിന്മയിലേക്ക് കൊണ്ടുപോകാതെ, ലോകത്തിൻ്റെ മ്ലേച്ഛതകളിലേക്ക് കൊണ്ടുപോകാതെ, നന്മകൾ മാത്രം ചെയ്ത് ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ഒരു വിശുദ്ധനായി ജീവിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ മുന്നേറുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി തീർക്കട്ടെ. ഇവിടെ സഭാപ്രസംഗി പറയുന്നത് പോലെ സന്തോഷിക്കുവാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ദൈവം നൽകിയിരിക്കുന്നു. എന്നാൽ ഇതിൻ്റെ അന്ത്യത്തിൽ നമുക്ക് ന്യായവിധിയുണ്ട്. നമ്മൾ ജീവിക്കുന്നത് ലോകപ്രകാരമോ അതോ ദൈവവചന പ്രകാരമോ? ഏത് വിധേനയാണ് നാം ഇന്ന് ജീവിക്കുന്നതെന്ന് നാം തന്നെ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് അറിയേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട്, ദൈവം നൽകിയ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി ഒരു വിശുദ്ധ ദൈവത്തിൻ്റെ പൈതലായി ജീവിച്ചുകൊണ്ട് സ്വർഗത്തിന് അവകാശികളായി തീരുവാൻ തക്കവണ്ണം ദൈവം പിന്നെയും നമ്മളെ ഇടയാക്കി തീർക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ആൾ.